സ്വന്തം അച്ഛൻ ഒരു മകൾക്ക് ഇത്രയും ചീത്ത പറയാൻ ഒക്കുമോ ഓമനക്കുട്ട? പക്ഷെ നമ്പ്യാർ ഒരക്ഷരം മിണ്ടിയില്ല കേട്ടോ. ബോധം തെളിഞ്ഞാലല്ലേ മിണ്ടാൻ പറ്റൂ. തെളിയുന്നതിന് മുമ്പ് മുതലാളി വിളിക്കിറങ്ങിയത് നന്നായി. ഈ സാധനം ഇത്ര കുരുത്തം കെട്ടതാണെന്ന് ഞാൻ അറിഞ്ഞു. അവര് പറഞ്ഞ കഥകൾ വെച്ച് നോക്കുമ്പോ സാറിനെ ചീത്ത മാത്രം പറഞ്ഞാ പോരാ. ആ കൊച്ചുമോൻ പ്രദീപ് അപ്പൂപ്പനായതുകൊണ്ട് മാത്രമാണ് പിടിച്ച് കശക്കാതെ വിട്ടത്. ആക്രിയുടെ കയ്യിൽ നിന്ന് ഞാൻ പ്രതിമ വാങ്ങിച്ചപ്പോ നീ എന്റെ മുഖം ശ്രദ്ധിച്ചോ? പിന്നെ ശ്രദ്ധിച്ചു. സന്തോഷം കൊണ്ട് സാറിന്റെ മുഖം ബുൾഡോഗിനെ പോലിരുന്നു. അതാ മുഖഭാവം മാറിയത്. അനർത്ഥങ്ങൾ പലതും ഉണ്ടാവും. ഇത് ഒഴിവാക്കാതെ ഞാൻ ഇനി വീട്ടിലേക്കില്ല. മുതലാളി തന്നെയും കാത്തിരിക്കുക. ഞങ്ങളോട് ക്ഷമിക്കണം. ഇത് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നതാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. ഇത് നിറഞ്ഞ മനസ്സോടെ സന്തോഷത്തോടെ ഞങ്ങളോടൊരു വിരോധവും തോന്നാതെ തിരികെ മേടിക്കണം. ഇനി ഈ സാധനം കണ്ട് എനിക്ക് സന്തോഷമല്ല തോന്നുന്നത്, കലിയ വരുന്നത്. ഇത് കാരണം ഒന്നും രണ്ടും തല്ലല്ല ഞാൻ കൊണ്ടത്. എന്റെ പൊന്ന് സാറന്മാര് എന്നെ വെറുതെ ഇട്ടേക്ക്. അങ്ങനെ പറയരുത് സഹോദര. ഞങ്ങൾ ചെയ്തതിന്റെ പ്രായശ്ചിത്തം ചെയ്യാൻ അങ്ങ് ഞങ്ങൾ അനുവദിക്കണം. അതിനുള്ള പ്രായശ്ചിത്തം ഞാൻ നിങ്ങൾക്ക് തരാം. ഹരിയെ പോണ വയ്യാവേലിയെല്ലാം മുതലാളിയുടെ തലയിലാണല്ലോ വീഴുന്നത്. അതെ, പ്രതിമ എന്റെ കയ്യിൽ ഇരിക്കുന്നതുകൊണ്ടാ. ഇതൊന്ന് ഒഴിവാക്കിത്താ. അല്ല, അത് ഞാൻ ഒഴിവാക്കി തരാം. അതിന് വഴിയുണ്ട്. അതുവരെ ഈ പ്രതിമ മുതലാളിയുടെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ. വമ്പിച്ചാടായ വിൽപ്പനയും സോപ്പ് ചീപ്പ് കണ്ണാടി മുതൽ നിങ്ങളുടെ ഭവനത്തെ അലങ്കരിക്കുന്ന പ്രതിമകൾ വരെയുണ്ട്. പ്രശസ്ത സിംഗപ്പൂർ ശില്പിയായ ഗസ്റ്റോ ഗൽബോൾ ഗൊണോസ്കിയുടെ മനോഹരമായ കരവിരുതിന്റെ അത്ഭുതകരമായ മാൻഡ്രക്കിന്റെ പ്രതിമ. നിങ്ങളുടെ കുടുംബത്തിൽ ഐശ്വര്യവും ഉയർച്ചയും ഉണ്ടാക്കാൻ പോകുന്ന ഒരു പാവം പ്രതിമ സന്തോഷത്തോടെ ഏറ്റുവാങ്ങാൻ വന്നട്ടെ. കടന്നു വരൂ. വിലക്ക് വിൽക്കുന്ന കണ്ടില്ലേ? ഏതോ കാക്കളുടെ വീട്ടിലെ കാരണവരാ. വട്ട് പിടിച്ചെന്നാ തോന്നണേ. നോക്കി നിൽക്കാതെ കടന്നു വരൂ. കടന്നു വന്നല്ലോ. എന്താ സാർ വേണ്ടത്? ഇതും സാർ, ഈ പ്രതിമ തരട്ടെ സാർ. സന്തോഷമായിട്ട് ഏറ്റുവാക്കണം സാർ. ഇഷ്ടമുള്ളത് തന്നാ മതി സാർ. വേണ്ട, രണ്ടിലൂടെ എത്രയായി? ഇത് 35 രൂപയെ. 35? ഒരു 10 രൂപ വരട്ടെ. 10 10. സാർ, ഈ പ്രതിമ സന്തോഷത്തോടെ ഏറ്റുവാങ്ങണം സാർ. ഒന്നും തരണ്ട സാർ. വേണ്ട സാർ, നല്ല പ്രതിമയാണ് സാർ. വേണ്ടെന്ന് പറഞ്ഞില്ലേ? സാർ, നല്ല പ്രതിമയാണ് സാർ. നല്ല മൊട്ടത്തല. വമ്പിച്ചാടായ വിൽപ്പനയും. കടന്നു വരൂ. പ്രശസ്ത പേര് മറന്നുപോയല്ലോ. സിംഗപ്പൂർ ശില്പിയായ ഗ്ലാസ്നോസ് കുളിനോസ്കി നിർമ്മിച്ച ഈ പ്രതിമ സന്തോഷപൂർവ്വം ഏറ്റുവാങ്ങുക. ആരും പണം തരേണ്ട കാര്യമില്ല സുഹൃത്തുക്കളെ, പണം തരേണ്ട കാര്യമില്ല. ഫ്രീ. കടന്നു വരൂ സുഹൃത്തുക്കളെ, കടന്നു വരൂ. ആർക്കും വേണ്ട മുതലാളി. ആർക്കും വേണ്ട ഈ പ്രതിമ. ഒരു പൈസയും തരണ്ട. വെറുതെ എടുത്തോളൂ. പൈസ തരണ്ട. ഒന്ന് ഒഴിവാക്കി തരൂ പ്ലീസ്. മുതലാളി, വെറുതെ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് പോലും ഈ എരണം കെട്ട കുന്തത്തിനെ ആർക്കും വേണ്ട. നമുക്ക് ഈ കച്ചവടം നിർത്താം. ഇതിനെ മുതലാളിയുടെ പട്ടികൾക്ക് കളിക്കാൻ കൊടുക്കാം. പട്ടി? എന്റെ പട്ടികളെ പറയുന്നോടാ? എന്നെ പട്ടിയെന്ന് വിളിച്ചത് എല്ലാം ചുരുട്ടി എടുക്കട്ടെ. മുതലാളി, മുട്ടയടിച്ച ഒരു ഒഴിയാ ബാധയെ മൊത്തമായിട്ടും ചില്ലറയായിട്ടും കൊടുക്കാനുണ്ടെന്ന് നമുക്ക് പത്രത്തിലൊരു പരസ്യം കൊടുത്താലോ? മിണ്ടാരിയടോ. ഈ സാധനം കൈ കിട്ടിയപ്പോഴേ നീ കാലക്കേടാ. ഇതും കൊണ്ട് നീ വീട്ടിനകത്തോട്ട് കയറിയാൽ എന്റെ നായ്ക്കൾക്ക് എന്തെങ്കിലും മുതലാളി, നായ്ക്കള് കോറസ് ആയിട്ട് ഓരിയിടുന്നുണ്ടല്ലോ. ഈശ്വര, എന്റെ സംശയം ശരിയായിരുന്നു. ഇതിലുള്ള ബാധയെ കണ്ടിട്ടാണ് ഓരിയിടുന്നത്. ഇന്നത്തെ കാലത്ത് ഇതൊക്കെ ആര് വിശ്വസിക്കാനാ? പ്രതിമയ്ക്ക് ബാധ വതിരോ മണ്ണാങ്കട്ട, ഇതൊക്കെ ഒരു അന്ധവിശ്വാസമാ. സൂപ്പർ സാറ്റിസ്ഫാക്ഷൻ. മുതലാളി രണ്ടും കൽപ്പിച്ച് വീട്ടിനകത്തോട്ട് കയറിയട്ടെ. പട്ടികൾ ചാവുകയാണ് ഞാൻ കുഴിച്ചിട്ടുള്ളത്. അല്ലെ ഉപ്പിലിട്ട് വെച്ചോളാം. ഉപ്പിലിടുന്നു? അതെ, ഉപ്പിനകത്ത്. ചകിക്കൊള്ളുന്ന വർത്തമാനം പറയലടോ. ഇനി ഞാൻ നോക്കിയിട്ട് ഒരു വഴിയേ ഉള്ളൂ. നീ എന്റെ വിശ്വസ്ത സേവകനാണെങ്കിൽ ഞാൻ പറയുന്നത് നീ അനുസരിക്കണം. തീർച്ചയായും അനുസരിക്കും. നേരും നിറയും കൂറുമുള്ള ഒരു തൊഴിലാളിയുടെ കടമയല്ലേ അത്? എന്നാൽ നീ ഇത് സന്തോഷമായിട്ട് സ്വീകരിച്ചാട്ടെ. മുതലാളി, പട്ടികളെ രക്ഷിക്കാൻ പട്ടിണി പാവമായി പണിക്കാരനിട്ട് തന്നെ പാര പണിയണം. നിനക്കിതിലൊന്നും വിശ്വാസമില്ലെന്നല്ലേ പറഞ്ഞത്? പിന്നെന്താ എന്ന് ഞാൻ പറഞ്ഞു. പറഞ്ഞടാ. പറഞ്ഞു. എന്നാലും ഇത്ര അനുഭവിച്ച സ്ഥിതിക്ക് ഇതിനെ എനിക്ക് സന്തോഷപൂർവ്വം സ്വീകരിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഞാൻ സന്തോഷത്തോടെ സ്വീകരിച്ചെങ്കിലല്ലേ മുതലാളിയെ വിട്ട് ബാധ എന്നോടൊപ്പം പോരത്തുള്ളൂ. നിനക്ക് സന്തോഷമുണ്ടായാൽ ഇത് സ്വീകരിക്കുന്നതിൽ വിരോധമില്ലല്ലോ. തീർച്ചയായും ഇല്ല. പക്ഷെ എനിക്ക് സന്തോഷം ഉണ്ടാവണ്ടേ? നീ ഒന്ന് ശ്രമിച്ചു നോക്കൂ, ചിലപ്പോ വന്നാലോ. ബുദ്ധിമുട്ടാ. എന്നാ ഞാനൊന്ന് ശ്രമിച്ചു നോക്കാം. ശ്രമിച്ചു നോക്ക്. വരണമെങ്കിൽ വരട്ടെ. നീ റെഡിയല്ലേ? ഞാൻ റെഡിയാ.
200. പണം ഒരു പിശാചാണെന്ന് പറയുന്ന ഇതുകൊണ്ടാ. ഹരിതാത്തതൊക്കെ ചെയ്യിക്കാൻ അതിന് വിരുത് കൂടും. റഷ്യയിൽ ആരോ പറഞ്ഞതുപോലെ മുതലാളിയുടെ സന്തോഷമാണ് തൊഴിലാളിയുടെ സന്തോഷം. ഇനിയിപ്പൊ ഇവിടെ ഈ വാടക വീട്ടിൽ ഒറ്റത്തടിയായി കഴിയുന്ന എന്റെ സന്തോഷം ദുഃഖമായാലെന്ത്? പിന്നെ ഭാര്യ, അവക്ക് ജീവിക്കാനുള്ളതുണ്ട്. നിനക്കും ഭാര്യയ്ക്കും ഒന്നും സംഭവിക്കില്ല. ഇനി അഥവാ എന്തെങ്കിലും സംഭവിച്ചാൽ നിനക്ക് ഞാനുണ്ട്, എന്റെ പണമുണ്ട്, എന്റെ സ്വാധീനമുണ്ട്. ഇതൊക്കെ വെറും അന്ധവിശ്വാസമാണെന്ന് ഈ ഓമനക്കുട്ടൻ തെളിയിക്കും മുതലാളി. നീ ഇതും പിടിച്ചോണ്ട് ഇവിടെ നിന്ന് തെളിയിക്കാൻ ശ്രമിക്കണ്ട. വീട്ടിൽ പോയിക്കും. ശരി, ചത്താ ഞാൻ നാളെ വരാം. അല്ല, ചത്തില്ലെങ്കിൽ ഞാൻ നാളെ വരാം. അയ്യോ, നാളെ വരണ്ട, മറ്റന്നാൾ വരണ്ട. ഇപ്പൊ ബാധ നിന്റെ കൂടെയാ. ഇനി നീ ഓടിക്കുന്ന വണ്ടി ആക്സിഡന്റ് ആവും. ഞാൻ ഇനി വേറെ ഡ്രൈവറെ വെച്ചോളാം. അപ്പൊ മുതലാളി എനിക്ക് പണം തന്നെ സന്തോഷിപ്പിച്ചത്? തന്ന പണം പിരിഞ്ഞു പോകാൻ അലവൻസ്. ഇത് ചതിയാണ്, കൊടും ചതി. മുതലാളിയെ രക്ഷിക്കാൻ വേണ്ടി ശ്രമിച്ച എന്നോട് ഇത് വേണ്ടായിരുന്നു. നിന്റെ കയ്യിൽ നിന്ന് മറ്റാരെങ്കിലും സന്തോഷപൂർവ്വം ഇത് സ്വീകരിച്ചു എന്ന് എനിക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ പിറ്റേന്ന് മുതൽ നീ ജോലിക്ക് വന്നോളൂ. എനിക്കൊരു വിരോധമില്ല. എന്റെ പട്ടി വരും. എന്നാൽ നിന്നേക്കാൾ സ്നേഹത്തോടെ ഞാൻ അതിനെ വളർത്തും. മുതലാളി ആലോചിച്ചിട്ടാണ് പറയുന്നത്? അതെ, ആലോചിച്ചിട്ട് എന്നാ പറഞ്ഞു? ബാധ എന്നൊക്കെ പറയുന്നത് സത്യമാണോ? ഈ മാരണം കൈ വന്നതോടുകൂടി എന്റെ പണി തെറിച്ചു. ദൈവമേ, വിശ്വസിക്കാനും വയ്യ, വിശ്വസിക്കാതിരിക്കാനും വയ്യ. എന്തെങ്കിലും ഒരു പോംവഴി കാണണം. എന്ത് പോംവഴി? ഇതാര് കൊച്ചുവർക്ക് ചായനോ? ഞാൻ വല്ലാണ്ട് അങ്ങ് പേടിച്ചു പോയി. എന്തൊക്കെയുണ്ട് അച്ചായ വിശേഷങ്ങള്? ദുബായിൽ നിന്ന് ജോസ് അച്ചായന്റെ വൈഫിന് എഴുതാറുണ്ടോ? ദേവന്റെ അഭ്യാസം ഒന്നും എന്റെ അടുത്ത് വേണ്ട. 5 മാസമായി വാടക വന്നിട്ട്. ഒന്നിൽ വാടക തരണം, അല്ലെങ്കിൽ ഇറങ്ങി തരണം. അച്ചായന്റെ തനി സ്വഭാവം കാണിക്കരുത് കേട്ടോ. നാളെ തന്നെ 5 മാസത്തെ വാടക അച്ചായൻ ഒന്നിച്ച് തന്നേക്കാം. മുതലാളിയോട് 2 മാസത്തെ ശമ്പളം ഞാൻ മുൻകൂർ തരാൻ പറഞ്ഞിട്ടുണ്ട്. വിശ്വാസമില്ലെങ്കിൽ ഈ പ്രതിമ സന്തോഷപൂർവ്വം സ്വീകരിച്ചാട്ടെ. വിറ്റാ നല്ല വില കിട്ടും. എനിക്കിത് വിൽക്കാനും വാങ്ങാനൊന്നും സമയമില്ല. വാടക കാശായിട്ട് തന്നാ മതി. അച്ചായൻ ഇതിന്റെ മൂല്യം അറിയില്ല. 500 വർഷത്തിനു മുമ്പ് ജീവിച്ചിരുന്ന ഒരു കോലാതിരിയുടെ പ്രതിമയാണത്. രാജകുലോത്തുംഗമംഗ കോലാതിരി. 5000 വർഷത്തെ പഴക്കമുണ്ടെന്ന് പറഞ്ഞാലും പ്രതിമ എനിക്ക് വേണ്ട. ആ പ്ലാൻ മനസ്സിരിക്കട്ടെ, വർക്കൗട്ട് വേണ്ട. എന്നെ തെറ്റിദ്ധരിക്കുന്ന സങ്കടമുണ്ട്. ഇത് പ്ലാനോ പദ്ധതി ഒന്നുമല്ല. കുറെ കാലമായി കൊച്ചുവർക്കി ചായാൽ ഒരു ശില്പ സമ്മാനമായി തരണമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇന്നാണ് അതിന് പറ്റിയ സാഹചര്യം ഉണ്ടായത്. ഇത് വാങ്ങണം, ഷോക്കേസ് വെക്കാം അച്ഛന്റെ സ്മാരകമായിട്ട്. ദയവ് ഇത് വേണ്ടെന്ന് പറയരുത്. നിറഞ്ഞ മനസ്സോടെ സന്തോഷത്തോടെ ഇത് സ്വീകരിച്ചാലും. മൊട്ടത്തലയാണെങ്കിലും മുഖലക്ഷണമുണ്ട്. ഉണ്ടുണ്ട്. പുണ്യാളന്റെ പ്രതിമ അല്ല. അല്ലല്ല. പക്ഷെ കണ്ണുകൾക്ക് നല്ല ജീവൻ. തത്തച്ചുണ്ട മൂക്ക്, ഇരട്ട താടി. എന്തായാലും മൊത്തത്തിൽ നല്ല ലക്ഷണമുണ്ട്. ഏതായാലും നീങ്ങുതാ. തല പൊട്ടിയതാ തോന്നുന്നത്. മാവിന്റെ കൊമ്പ. നല്ല നിമിത്തം. ഇതാണ് പ്രതിമ വാങ്ങിക്കാൻ പറ്റിയ സന്ദർഭം. പെട്ടെന്ന് തന്നെ വാങ്ങിക്കൂ. വാങ്ങാൻ കൈ നീട്ടിയതേ ഉള്ളൂ, തല പോയി. ഏത് കുരങ്ങന്റെ പ്രതിമയാടായത്? അവലക്ഷണം. ഒരു സിദ്ധന്റെയാ. ആരുടെ ആയാലും കൊള്ളാം. കാശുമില്ല, തലയും പോയി. ഇനി തല വിടാൻ വൈദ്യുതി തപ്പണം. അതിനുള്ള പണം താൻ തരണം. നാളെ ഞാൻ വരും. കൊണ്ടുപോടാ. എന്റെ അടുത്തൊന്നും ഒഴിഞ്ഞു പോകാൻ ഇഷ്ടമില്ലല്ലേ? കുറിച്ച് നോക്കുന്നുണ്ടല്ലേ? അനിഷ്ടമില്ലാത്ത പിശാച്. ഓട്. എത്ര പ്രാവശ്യം ഞാൻ ഈ വാതിൽ ഓർന്നിട്ടുണ്ട്. അപ്പോഴൊന്നും ഇങ്ങനെ സംഭവിച്ചിട്ടില്ല. ഇത് ബാധ തന്നെ. എന്നെ കൊലയ്ക്ക് കൊടുക്കാൻ വന്ന ഒഴിയാ ബാധ. അയ്യോ, തല പോയി. കൂടോത്ര ക്ഷുദ്രമല്ലാണോ?
തല പൊട്ടി തെറിക്കോ? വേണ്ട, അല്ലെ തെറിക്കട്ടെ. എന്തിനെന്റെ തല? ആയിരം അയ്യോ ഞാനെന്തായി കാണുന്നു? അയ്യോ നിധി എടുക്കട്ടെ. എന്റെ പൊന്നു ചേട്ടാ, അണിക്കും എല്ലാം ഉണ്ടല്ലോ. എനിക്ക് ഹാർട്ട് അറ്റാക്ക് വരും. അയ്യോ എന്റെ മൊട്ട ചേട്ടാ. ഇനി താഴെ ബാക്കിയൊന്നും ഇല്ലല്ലോ. ഇത് മൊത്തത്തിൽ കൊണ്ടുപോയി ആരെങ്കിലും എന്നെ തട്ടിക്കളയും. കുറച്ച് സാമ്പിൾ കൊണ്ടുപോയി കോയമ്പത്തൂർ അണ്ണാച്ചിയെ കാണിക്കാം. ബാക്കി ഇവിടെ ഇരിക്കട്ടെ, കുറച്ചായിട്ട് വന്നെടുക്കാം. അയ്യോ എവിടെയാ ഒന്ന് വെക്കുക? ഇല്ല, ഇവിടെ ഇത് വേണ്ട. ഇവിടെ സേഫ്. ശരിയാവില്ല. അയ്യോ വേണ്ട വേണ്ട വേണ്ട. അയ്യോ ഇടയിലോട്ട് വെക്കാം. കള്ളമാരി ഒന്ന് പൊക്കിയെടുത്തോട്ട് പോവും. ശരിയല്ല. അയ്യോ ഞാനെവിടെയാ? മച്ചിന്റെ മേളിൽ വെക്കാം.